പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ മുബീന നിലമ്പൂർ. രോഗസന്ദർശനമാണ് ഇന്നത്തെ എൻ്റെ വിഷയം. ഇൻഷാ അല്ലാഹ്. രോഗസന്ദർശനം മുസ്ലിമിൻ്റെ അവകാശമാണ്. നമ്മുടെ സന്ദർശനം രോഗിക്ക് ഉപകാരപ്രദവും സന്തോഷപ്രദവുമായിരിക്കണം. രോഗിയെ സാന്ത്വനിപ്പിക്കണം. നമ്മൾ വൃത്തിയിലും ശുചിത്വത്തിലും വേണം രോഗിയെ സന്ദർശിക്കുവാൻ പോകുവാൻ. അതുപോലെ രോഗി അമുസ്ലിമായാലും നമ്മൾ സന്ദർശിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ജൂതനായൊരു ബാലനെ മരണാസന്ന സമയത്ത് സന്ദർശിക്കുകയും ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കുകയും ആ ബാലൻ ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ട് മരണപ്പെടുകയും ചെയ്തു. ഒരു മനുഷ്യൻ തൻ്റെ സഹോദരനെ രോഗാവസ്ഥയിൽ സന്ദർശനം നടത്തിയാൽ, അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക സാദർശ്യത്തിൻ്റെ പേരിൽ ഒരു സൗഹൃദ സന്ദർശനം നടത്തിയാൽ അയാളോട് അള്ളാഹു പറയും, നീ നല്ലത് ചെയ്തു, നീ നിന്റെ നടത്തം നന്നാക്കി, സ്വർഗത്തിൽ നിനക്കൊരു വീട് നീ തയ്യാറാക്കി. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ രോഗാവസ്ഥയിൽ വൈകുന്നേരം സന്ദർശിച്ചാൽ നേരം വിളക്കുന്നത് വരെ 70,000 മലക്കുകൾ അവൻ്റെ പാപമോചനത്തിന് വേണ്ടി അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. എന്നാൽ രാവിലെയാണ് രോഗസന്ദർശനം നടത്തിയതെങ്കിലോ 70,000 മലക്കുകൾ വൈകുന്നേരം വരെ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നവനാണ്. അതുപോലെ വല്ലവനും ഒരു രോഗിയെ സന്ദർശിച്ച് മടങ്ങുന്നത് വരെ അയാൾ സ്വർഗീയ പഴങ്ങളിലും തോട്ടങ്ങളിലുമായിരിക്കും. ഇനി രോഗസന്ദർശനം നടത്താതിരുന്നാലോ? പുനരുദ്ധാരണ നാളിൽ അള്ളാഹു ചോദിക്കും, ആദമിൻ്റെ പുത്ര, ഞാൻ രോഗിയായപ്പോൾ നീ എന്നെ സന്ദർശിച്ചില്ല. അപ്പോൾ അവൻ പറയും, നാഥാ, ഞാൻ എങ്ങനെയാണ് നിന്നെ സന്ദർശിക്കുക? നീ പ്രപഞ്ചനാഥനല്ലേ? അപ്പോൾ അള്ളാഹു പറയും, അറിയാമായിരുന്നില്ലേ എൻ്റെ ഇന്നദാസൻ രോഗിയായത്? എന്നിട്ട് നീ അവനെ സന്ദർശിച്ചില്ല. നീ അവനെ സന്ദർശിച്ചിരുന്നെങ്കിൽ നിനക്കെന്നെ അവൻ്റെ അടുക്കൽ കാണാമായിരുന്നു. ഒരിക്കൽ ഒരു യുവാവ് മരണാസന്നനായി കിടന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവനെ സന്ദർശിച്ചുകൊണ്ട് ചോദിച്ചു, താങ്കൾക്ക് എങ്ങനെയുണ്ട്? അപ്പോൾ യുവാവ് പറഞ്ഞു, എനിക്ക് അള്ളാഹുവിൽ പ്രതീക്ഷയുണ്ട്, എൻ്റെ പാപങ്ങളെ ഞാൻ ഭയക്കുകയും ചെയ്യുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു അടിമയുടെ ഹൃദയത്തിൽ ഇതുപോലുള്ള സന്ദർഭത്തിൽ ഭയവും പ്രതീക്ഷയും ഒന്നിച്ചു വന്നാൽ അള്ളാഹു അയാൾക്കത് നൽകുക തന്നെ ചെയ്യും. അതുപോലെ ഉമ്മു അലാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഒരിക്കൽ രോഗാവസ്ഥയിലിരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരികയും എന്നെ സമാധാനിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്തു. ഉമ്മു അലാ, വെള്ളിയുടെയും സ്വർണത്തിൻ്റെയും അഴുക്ക് തീ പോക്കുന്നത് പോലെ ഈ രോഗം മൂലം അള്ളാഹു നിന്റെ പാപങ്ങളെ പോക്കിക്കളയുന്നതാണ് എന്ന് പറഞ്ഞു. നമ്മൾ രോഗിയെ അടുത്ത് ചെല്ലുമ്പോൾ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ലാ ബഅസ തഹൂറൻ ഇൻഷാ അല്ലാ. അതുപോലെയുള്ള ഒരുപാട് പ്രാർത്ഥനകൾ ഉണ്ട്. അതെല്ലാം പ്രാർത്ഥിച്ചു കൊണ്ടുവേണം നമ്മൾ അവരുടെ അടുത്ത് നിന്നും പോരാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ വലിയ മാറാരോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തു സംരക്ഷിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.